നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരിത. ഇന്ന് ഏറ്റവും കോമൺ ആയിട്ട് ആളുകൾക്കുള്ള ബുദ്ധിമുട്ടാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. മുൻപ് നമ്മൾ കൊളസ്ട്രോള്, ഷുഗർ, തൈറോയിഡ്, ഹൈപ്പർ ടെൻഷൻ എന്നിങ്ങനെയുള്ള അസുഖങ്ങളെ പറ്റി പറയുന്നത് പോലെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനായി മാറിക്കഴിഞ്ഞു ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇന്ന് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു അബ്ഡമൻ സ്കാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ ഗ്രേഡ് 1 എങ്കിലും ഇല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. പക്ഷേ ഫാറ്റി ലിവർ ഗ്രേഡ് 1ഉം ഗ്രേഡ് 2ഉം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പോലും പലരും അത് ശ്രദ്ധിക്കാത്തത് അതിന് എത്രത്തോളം കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും എന്നുള്ളൊരു അറിവില്ലായ്മ കൊണ്ടായിരിക്കും അല്ലേ. പക്ഷേ ഈ ഒരു ഫാറ്റി ലിവർ കുറെ നാളുകൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ലിവർ സിറോസിസും അതുപോലെ തന്നെ എസൈറ്റിസ്, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറിലോട്ടുള്ള രക്തക്കുഴലിന്റെ പ്രഷർ കൂടിയിട്ടുള്ള അസുഖങ്ങൾ, ക്യാൻസറിലോട്ട് വരെ വഴിവെക്കാൻ ഈ ഒരു ഫാറ്റി ലിവർ എന്നുള്ള കണ്ടീഷൻ കാരണമാവാറുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഓരോ ലക്ഷണങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഫാറ്റി ലിവറിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നത് എന്ന് പറയുമ്പോൾ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. വിശപ്പില്ലായ്മ ഉണ്ടായിരിക്കാം, വയറ് വീർത്തു വരുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഗ്യാസിൻ്റെത് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ റൈറ്റ് സൈഡിൽ റിബ്സിന്റെ താഴത്തായിട്ട് ചെറിയൊരു വേദനയോ ബുദ്ധിമുട്ടോ പോലെ തോന്നാം. നെറ്റിയിലും അതുപോലെ കവിളിന്റെ ഈ ഒരു ഭാഗത്തും ഒക്കെ ചെറിയൊരു ബ്ലാക്ക് ഡിസ്കളറേഷൻ പോലെ തോന്നാം. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വളരെ കോമൺ ആയിട്ട് കാണിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ അടിവയറ്റില് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് പോലെയും കാണാറുണ്ട്. ഫാറ്റി ലിവർ എപ്പോഴും ഒരു 3 ഗ്രേഡിലായിട്ടാണ് കോമൺ ആയിട്ട് പറയാറുള്ളത്. ഗ്രേഡ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്, പക്ഷെ അത് കോശങ്ങളെയൊന്നും ബാധിച്ചിട്ടില്ല, വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജിലല്ല. എന്നാൽ ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ ചുറ്റും അടിഞ്ഞുകൂടിയിട്ടുള്ള ഫാറ്റ് ഉണ്ട്, അതുപോലെ കോശങ്ങളെയും ചെറുതായി ബാധിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഗ്രേഡ് 2 എന്ന് പറയുന്നത്. ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ ലിവറിന്റെ കണ്ടീഷൻ മോശമായ ഒരു അവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു, ഫൈബ്രോസിസ് വന്നു കഴിഞ്ഞു, അതായത് ലിവർ ചെറിയ കട്ടകളായിട്ട് ചെറിയ ഭാഗങ്ങൾ ഫങ്ഷൻ ചെയ്യാതെ പ്രവർത്തിക്കാതിരുന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഫാറ്റി ലിവർ ഗ്രേഡ് 3യിൽ കാണുന്നത്. ഇനി നെക്സ്റ്റ് ഒരു സ്റ്റേജിലോട്ട് പോകുന്നത് എപ്പോഴും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജ് തന്നെയാണ്. ഫാറ്റി ലിവർ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും മദ്യപിക്കുന്ന ആളുകളിൽ ഉണ്ടാവും എന്നുള്ളതാണ് കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതലും ഒപിയിലോട്ട് വരുന്നത് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഫാറ്റി ലിവർ ആണ്. അതായത് ആൽക്കഹോൾ ഉപയോഗിക്കാത്ത, മദ്യപാനമോ അതുപോലെ തന്നെ ഒട്ടും കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് പോലും ഉപയോഗിക്കാത്ത ആളുകളിലും ഇന്ന് ഫാറ്റി ലിവർ ഉണ്ട്. ഇതിന് പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ, അതായത് അരി, ചോറ് അല്ലെങ്കിൽ മധുരം ഒരുപാട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ബേക്കറി ഐറ്റംസ്, ഓയിലിൽ വറുത്തു കോരിയെടുക്കുന്ന ഭക്ഷണങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ ഒരുപാട് ജങ്ക് ഫുഡ്സ്, ഒരുപാട് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം, ഇതൊക്കെ കഴിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവരിൽ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. വയറിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുള്ളവര്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവര്, പ്രമേഹം കൂടുതൽ കാലം കൺട്രോളിൽ അല്ലാതെ നിൽക്കുന്നവര്, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ കൊളസ്ട്രോള്, ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഉള്ളവര്, PCOD ഉള്ളവർക്കൊക്കെ കുറച്ചുകൂടെയും ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹെപ്പറ്റൈറ്റിസ് സിയുടെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഇൻഫെക്ഷൻ ശരീരത്തിൽ കൂടുതൽ കാലമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഇത് ഫാറ്റി ലിവറിലോട്ടും തുടർന്ന് ലിവർ സിറോസിസിലോട്ടും ക്യാൻസറിലോട്ടും വഴിവെക്കാം. അതുകൊണ്ട് എപ്പോഴും ഒരു ഗ്രേഡ് 1 അല്ലെങ്കിൽ ഗ്രേഡ് 2 സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ്സ് എടുക്കാനും മെഡിസിൻസ് എടുക്കാനും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനും ശ്രദ്ധിക്കാം. ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബോഡി ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ വെയിറ്റ് ഒരു 80 കിലോ ആണെങ്കിൽ അതിന്റെ ഒരു 10%, ഒരു 8 കിലോ എങ്കിലും നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. എക്സസൈസുകൾ, നടത്തം ഒരു മികച്ച എക്സസൈസ് ആയിട്ട് പറയുന്നില്ല, കുറച്ചും കൂടിയും നിങ്ങളുടെ എല്ലാ ഓർഗൻസും അല്ലെങ്കിൽ നിങ്ങളുടെ കൈകാലുകളും എല്ലാം വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. വേണ്ടത്ര വെള്ളം കുടിക്കുക, ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് കറി വെച്ചിട്ട് മാത്രം, അതായത് നോൺ വെജ് ഒക്കെ കറി വെച്ചിട്ട് മാത്രം കഴിക്കാൻ ശ്രമിക്കുക. ഫൈബർ ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ കുറച്ചൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതായത് പച്ചയ്ക്ക് റോ ആയിട്ടുള്ള സാലഡുകളിനേക്കാളും കുറച്ചും കൂടി ഒന്ന് വേവിച്ചിട്ടുള്ള ഫുഡുകളാണ് കുറച്ചുകൂടി നന്നായിരിക്കുക. അരി അല്ലെങ്കിൽ അരി ഭക്ഷണം, അരി കൊണ്ടുണ്ടാക്കുന്ന പലഹാരങ്ങൾ, ചോറ് എന്നിവയുടെ അളവ് കുറച്ച് നിങ്ങൾക്ക് മില്ലറ്റ്സ് ഉപയോഗിക്കാം. അതായത് ചാമ, തിന, വരക്, റാഗി എന്നിങ്ങനെയൊക്കെ പറയുന്ന മില്ലറ്റ്സുകൾ കുറച്ചും കൂടെയും ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾക്ക് നല്ലതായിരിക്കും. അരി ഭക്ഷണം കഴിക്കുമ്പോൾ തവിടുള്ള തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും ശ്രദ്ധിക്കുക.
എപ്പോഴും നിങ്ങൾ ഒരു പ്ലേറ്റ് എടുക്കുമ്പോൾ അതിനെ 4 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്ത് അതിന്റെ ഒരു 1/4 ഭാഗം മാത്രം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണവും 1/4 ഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവും ബാക്കി 1/2 ഭാഗം മുഴുവൻ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ വെച്ച് ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഡയറ്റ് പ്ലാനും. അതുപോലെ എക്സസൈസ് നിർബന്ധമായിട്ടും ഒരു ദിവസം ഒരു 45 മിനിറ്റ് എങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഒരു ഗ്രേഡ് 1 ഗ്രേഡ് 2 ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും മെഡിസിൻസോ സപ്ലിമെന്റ്സോ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തേ പറ്റുള്ളൂ. കാരണം ലിവർ എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു അവയവമാണ്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ശ്രദ്ധയും അതിൻ്റെതായിട്ടുള്ള ഒരു ഗൗരവവും ഫാറ്റി ലിവറിന്റെ ട്രീറ്റ്മെന്റിൽ നിങ്ങൾ കാണിക്കണം. താങ്ക് യു.